മെയിനായിട്ട് നിങ്ങളുടെ ഫാമിലി ഓർ ഫ്രണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കമ്പനിയിലേക്കല്ല, നിങ്ങൾ പേഴ്സണലി അവർക്ക് അറിയുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കമ്പനിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഫെയിലിയർ ആവാനുള്ള ചാൻസസ് 95% ആണ്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആയാലും VCs ആയാലും പോസ്റ്റ് മണി വാല്യുവേഷന് കുറയ്ക്കാനാണ് ശ്രമിക്കുക. സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ എന്നെ മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. പക്ഷേ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഇൻഫോർമേഷൻസ് കറൻ്റ്ലി ഞാൻ സെർച്ച് ചെയ്തപ്പോൾ മലയാളത്തിൽ ഇതിൻ്റെ അവൈലബിലിറ്റി വളരെയധികം തന്നെ കുറവാണ്. സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ഇൻഫോർമേഷൻസും നോളജും ഷെയർ ചെയ്യാന്നുള്ള ഒരു സീരീസാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ എഫക്റ്റീവ് സ്റ്റാർട്ടപ്പ് എന്നാണ് ഈ സീരീസിൻ്റെ പേര്. മെയിനായിട്ട് ഈ സീരീസിൽ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ സംസാരിക്കുക. ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഫണ്ടിങ് റേസ് ചെയ്യുന്നത് മുതൽ ആ സ്റ്റാർട്ടപ്പ് ഗ്രാജുവലി ഗ്രോ ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തുന്നത് വരെ ഏതൊക്കെ രീതിയിലാണ് ഫണ്ടിങ് റേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഒരു ഐഡിയ വേണം, അല്ലെങ്കിൽ വിഷൻ വേണം, ഒരു പ്രൊജക്റ്റ് വേണം. ഈ ഐഡിയ ആരും ഇതുവരെ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഐഡിയ വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയുകയാണ് നിങ്ങളെ ഫ്രണ്ടിനോട്, എടാ ഈ ഒരു ഐഡിയ അടിപൊളിയാണ്, നമുക്കിതൊരു ബിസിനസ് ആക്കിയിട്ട് കൊണ്ടുവന്നാലോ എന്നുള്ളത്. പക്ഷേ നിങ്ങൾ രണ്ടാളും റീസെൻ്റ്ലി കോളേജ് കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നതും ഈ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യാനുമുള്ള ഫണ്ടിങ് നിങ്ങളിലില്ല. അവിടെയാണ് സീഡ് ഫണ്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. സീഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കമ്പനീൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സീഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഈ സീഡ് ഫണ്ടിങ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കമ്പനീൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് അഥവാ നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യേണ്ടത്. പൊതുവേ സീഡ് ഫണ്ട് നിങ്ങൾക്ക് റേസ് ചെയ്യാൻ പറ്റുക ഫാമിലി, ഫ്രണ്ട്സ് അല്ലെങ്കിൽ പിന്നെ ക്രൗഡ് ഫണ്ടിങ് യൂസ് ചെയ്തിട്ടാണ്. മെയിനായിട്ട് നിങ്ങളുടെ ഫാമിലി ഓർ ഫ്രണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കമ്പനിയിലേക്കല്ല, നിങ്ങൾ പേഴ്സണലി അവർക്ക് അറിയുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കമ്പനിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഫെയിലിയർ ആവാനുള്ള ചാൻസസ് 95% ആണ്. വൺസ് നിങ്ങളുടെ കമ്പനിയിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനീസിൻ്റെ ഷെയർ ഇവർ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് കൊടുക്കേണ്ടി വരും. അത് ഡിപ്പെൻഡ് ചെയ്യുക നിങ്ങൾ കമ്പനീനെ നിങ്ങൾ എത്രയാണ് വാല്യുവേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് മേ ബി 10% ആവാം, 5% ആവാം, 20% ആവാം. ഇത് എൻ്റയർലി ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ കമ്പനീൻ്റെ വാല്യുവേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി, ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ എത്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ കമ്പനിയിൽ ആഗ്രഹിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. വൺസ് നിങ്ങളുടെ കമ്പനിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങളുടെ മിനിമം വയബിൾ പ്രൊഡക്റ്റ് അഥവാ നിങ്ങളൊരു പ്രൊഡക്റ്റോ സർവീസോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് അത് മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്ത് അത്യാവശ്യം നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കമ്പനി നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പുതിയ സ്റ്റാഫിനെ എടുക്കണം, അല്ലെങ്കിൽ ഓഫീസേഴ്സ് എടുക്കണം. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് പുതിയ സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ ലോഞ്ച് ചെയ്യണം. അതിന് നിങ്ങൾക്ക് ഫണ്ടിങ്ങിൻ്റെ ആവശ്യം വരും. ഇപ്പോഴാണ് സീരീസ് എ എന്ന് പറഞ്ഞ ഫണ്ടിങ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിലേക്ക് വരാം. ഏഞ്ചൽ ഇൻവെസ്റ്റർ, VCs ഇവരാണ് സീരീസ് എയിലേക്ക് പൊതുവെ ഇൻവെസ്റ്റ് ചെയ്യാറ്. ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ളൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തതിന് ശേഷം അത് സെല്ല് ചെയ്തിട്ടുണ്ടാവും. ഈ ഏഞ്ചൽ ഇൻവെസ്റ്ററിൻ്റെ പേഴ്സണൽ ക്യാഷാണ് ഇവർ ഈ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഏഞ്ചൽ ഇൻവെസ്റ്റർ ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഈ ഒരു ഓൺട്രപ്രണറിന് ഈ കമ്പനി ഗ്രോ ചെയ്യാനുള്ള സ്കില്ലുണ്ടോ, അതിനൊപ്പം തന്നെ ഏഞ്ചൽ ഇൻവെസ്റ്ററിൻ്റെ സ്കില്ല് ഈ ഒരു കമ്പനീനെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് രണ്ടുമാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്ന ആൾക്കാരാണ് VCs അഥവാ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. മറ്റുള്ളവരുടെ പൈസ എടുത്തിട്ട് സ്റ്റാർട്ടപ്സിൽ അല്ലെങ്കിൽ റിസ്ക്കിയുള്ള സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് VCs. ഇവർ ഈ റിസ്കി സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവരെ റിട്ടേൺസ് ഇവർക്ക് 5 അല്ലെങ്കിൽ 10 മടങ്ങ് റിട്ടേൺസ് കിട്ടാനല്ല ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇത്രക്കും റിസ്കി ആയിട്ടുള്ള ബെറ്റുകൾ സ്റ്റാർട്ടപ്സിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും VCസും എടുക്കുന്നത്. സീരീസ് എയിൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൽ ഒരു വെഞ്ചർ ക്യാപിറ്റലും ഏഞ്ചൽ ഇൻവെസ്റ്ററും ഇൻവെസ്റ്റ് ചെയ്ത് വാല്യുവേഷൻ എത്ര എന്നുള്ളത് കഴിഞ്ഞാൽ 2 രീതിയിലാണ് ഇതിൽ വാല്യുവേഷൻ വരുന്നത്. പ്രീ മണി വാല്യുവേഷനും പോസ്റ്റ് മണി വാല്യുവേഷനും. നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ വാല്യുവേഷൻ എത്ര ആണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പ്രീ മണി വാല്യുവേഷൻ എന്ന് പറയുന്നത്. വൺസ് ഇവർ പെർട്ടിക്കുലർ എമൗണ്ട് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം വരുന്ന നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ വാല്യുവേഷനാണ് പോസ്റ്റ് മണി വാല്യുവേഷൻ. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആയാലും VCs ആയാലും പോസ്റ്റ് മണി വാല്യുവേഷന് കുറയ്ക്കാനാണ് ശ്രമിക്കുക. പക്ഷേ ഒരു എൻ്റർപ്രണർ എന്നുള്ള രീതിയിൽ നിങ്ങൾ പോസ്റ്റ് മണി വാല്യുവേഷൻ ഇൻക്രീസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. കാരണം പോസ്റ്റ് മണി വാല്യുവേഷൻ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനും VCസിനും നിങ്ങളുടെ കമ്പനീസിൻ്റെ അത്രക്കും ഷെയർസ് കിട്ടും. അതുപോലെ തന്നെ വാല്യുവേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ ഷെയർസ് നിങ്ങളിൽ തന്നെ ഹോൾഡ് ചെയ്താക്കാനുള്ള ചാൻസസ് കൂടും. ഓരോ പ്രാവശ്യം നിങ്ങൾ ഫണ്ടിങ് റേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ വാല്യുവേഷൻ ഇൻക്രീസ് ആവും.
സീരീസ് എ കഴിഞ്ഞ് കഴിഞ്ഞാൽ സീരീസ് ബി സി ഡി ഡി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. ഓരോ പ്രാവശ്യം നിങ്ങൾ റേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പെർസെൻറ്റേജ് കമ്പനിയിലുള്ളത് ഡൈല്യൂട്ട് ആയിട്ടാണ് പോകുന്നത്. രണ്ട് രീതിയിലാണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുക. ഒന്നാമത്തത് വലിയ കമ്പനീസിന് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് സെല് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി ആണ് IPO അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളുടെ കമ്പനീൻ്റെ സ്റ്റോക്ക് സെല് ചെയ്യുക. വലിയ കമ്പനീസിന് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് സെല് ചെയ്യുമ്പോൾ അതിന് കുറേ മാനദണ്ഡങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ കമ്പനി സെല് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനീൻ്റെ ഫുൾ എമൗണ്ട് ഓഫ് ക്യാഷ് നിങ്ങൾക്ക് കിട്ടിക്കോളണമെന്നില്ല. ആ വലിയ കമ്പനീൻ്റെ ഷെയർ ആയിരിക്കും സംടൈംസ് നിങ്ങൾക്ക് കിട്ടുക. അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് പെർട്ടിക്കുലർ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വലിയ കമ്പനീൻ്റെ ഷെയർസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇവിടെയാണ് നിങ്ങളുടെ ഏഞ്ചൽ ഇൻവെസ്റ്ററും VCസും നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ റിട്ടേൺസ് നിങ്ങൾ കൊടുക്കുന്നത്. അതല്ല, നിങ്ങൾ രണ്ടാമത്തെ വഴിയിലേക്കാണ് പോകുന്നത്, അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. നിങ്ങളുടെ കമ്പനി നിങ്ങൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ IPO ചെയ്യാൻ തീരുമാനിക്കുകയാണ്. IPO ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പിലുള്ള ഫണ്ട് റേസിങ് തന്നെയാണ്. നിങ്ങൾ ഇൻവെസ്റ്റേഴ്സിനോട് പോകുന്നതിന് പകരം നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പബ്ലിക്കിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുന്നതിനാണ് IPO എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ കമ്പനി IPO ചെയ്തു സ്റ്റോക്ക് മാർക്കറ്റിൽ. ഇതിൽ നിങ്ങൾക്ക് പുതിയ ഷെയർസാണ് നിങ്ങൾ പബ്ലിക്കിന് കൊടുക്കാനുള്ളത് ക്രിയേറ്റ് ചെയ്യുന്നത്. വൺസ് നിങ്ങളുടെ കമ്പനി IPO ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ കമ്പനീൻ്റെ സ്റ്റോക്ക് ലിക്വിഡ് ക്യാഷ് പോലെ തന്നെയാണ്. മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാനും ബൈ ചെയ്യാനും പറ്റും. IPO ചെയ്യുന്ന കമ്പനീൻ്റെ ഓണറിന് എല്ലാ ഷെയർസും ഒപ്പരം തന്നെ സെല് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. ഒരു ലോക്കപ്പ് പീരീഡ് എന്ന് പറഞ്ഞ പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിഞ്ഞാലേ അവരുടെ ഷെയർസ് അവർക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. കൺഗ്രാജുലേഷൻ, നിങ്ങളുടെ സ്റ്റാർട്ടപ്പും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തി. ഇതാണ് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഐഡിയേഷൻ സ്റ്റേജ് മുതൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തുന്ന ഒരു ജേണി. അടുത്ത വീഡിയോയിൽ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് എന്ത് ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇതേപോലുള്ള സ്റ്റാർട്ടപ്പ് ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.